കാരണം നമ്മുടെ ഈ പെയിനുകളൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ശരീരത്തിലാണ്. മനസ്സെടുക്കാൻ മടിക്കുന്ന, മറന്നു കളയുന്ന എല്ലാം ശരീരം ഓർത്ത് വെച്ചിട്ടുണ്ട്. അലേർട്ട് മോഡിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലുള്ള ഓക്സിജൻ എല്ലാം സെൽസിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. നമ്മൾ ഏതൊരു ട്രാൻസ്ഫോർമേഷനും മുന്നേ ഒരാൾക്ക് വരേണ്ടത് അവെയർനെസ് ആണ്. ഞാൻ വരുന്നത് ചിലപ്പോൾ 2 ദിവസം ഒന്ന് സമാധാനമായിട്ട് നിന്നിട്ട് പോകാനായിരിക്കും. പക്ഷേ ഇവരുടെ വർത്തമാനം കണ്ടു കഴിയുമ്പം അരമണിക്കൂർ പോലും അവിടെ നിൽക്കാൻ പറ്റില്ല. ഇതിലും എത്രയോ ഭേദം അവിടെ എന്ന് വിചാരിക്കും. അവരെ ഒന്ന് കേൾക്കാത്തതുകൊണ്ട്, അവരെ ഒന്ന് മനസ്സിലാക്കാത്തതുകൊണ്ട്, പ്രത്യേകിച്ചും പെൺമക്കളെ അച്ഛന്മാർ കേട്ടില്ലെങ്കിൽ, ഈ അച്ഛന്മാർ മനസ്സിലാക്കാത്ത ആൺമക്കളുണ്ട്, ഒരുപാട് വേദനിക്കുന്ന ആൺമക്കളുണ്ട്. അതുവരെ ഉണ്ടായിരുന്ന പെയിനുകളും മാറിപ്പോവുക, പല ബ്ലോക്കുകളും മാറിപ്പോവുക, പിണങ്ങിയ ആളുകൾ തിരിച്ചു വരിക. അപ്പം ഓർത്ത് നോക്കി എത്രത്തോളം പവർഫുള്ളാണ് ചെറിയൊരു ആക്ഷൻ തന്നെ. നമ്മുടെ ശരീരം, നമ്മുടെ ബ്രെയിൻ, നമ്മുടെ നെർവ് സിസ്റ്റം, ഇതൊക്കെ ഫങ്ഷൻ, ഈവൻ നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് ഫങ്ഷൻ ആകുന്ന ഒരേപോലെ അല്ലേ? ഓരോ മനുഷ്യർക്കും വ്യത്യാസമായിട്ടാണോ? അല്ലല്ലോ. ഇതുപോലെ നമുക്ക് കോമൺ ആയിട്ടുള്ള കുറേ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തെ നമ്മൾ പലപ്പോഴും ഇഗ്നോർ ചെയ്യും. നമ്മൾ തിരിച്ചറിയാം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഫ്രീസ് ആകുക എന്ന് പറയുന്നത് മടിയായിട്ട് കാണും. അവരുടെ മടിയാണത്, അങ്ങനെയല്ല അത്. അതേപോലെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ നെർവ് സിസ്റ്റം എങ്ങനെയാണ് ഫങ്ഷൻ ആകുന്നതെന്നുള്ളത്. നെർവ് സിസ്റ്റം ഓൾവേസ് അലേർട്ടിലിരിക്കുമ്പം, യുദ്ധകാല അടിസ്ഥാനത്തിൽ അലേർട്ടിലിരിക്കുമ്പം നമ്മൾ എന്നാ പഠിപ്പിക്കാൻ ശ്രമിച്ചാലും പഠിക്കുമോ? കാരണം പഠിക്കാൻ പറ്റില്ല. കാരണം ബ്രെയിനിൽ ഓക്സിജൻ ഇല്ല. അലേർട്ട് മോഡിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലുള്ള ഓക്സിജൻ എല്ലാം സെൽസിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. ഓക്സിജൻ ലാക്ക് ആയിരിക്കും ബ്രെയിനിൽ. കോർട്ടിസോൾ ലെവൽസ് എപ്പോഴും ഹൈ ആയിരിക്കും. അഡ്രിനാലിൻ കൂടുതലായിരിക്കും, പ്രൊഡക്ഷൻ കൂടുതലാവും, ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ആകും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പോയി പഠിപ്പിക്കാൻ നോക്കിയാൽ വല്ലതും നടക്കുമോ? ഇല്ല. നമ്മളപ്പോൾ ആദ്യം എന്താ ചെയ്യണ്ടേ? നമ്മുടെ നെർവ് സിസ്റ്റത്തെ കാം ഡൗൺ ചെയ്യണം. നമ്മുടെ ബോഡി ഇറ്റ്സ് എ ഫിസിയോളജിക്കൽ, നോട്ട് സൈക്കോളജിക്കൽ. നമ്മൾ സൈക്കോളജിയിലെ നീ കാമായി, എല്ലാവർക്കും അറിയാം ഏറ്റവും റിലാക്സ് ആയിട്ട് ഇരിക്കുമ്പോഴേ കാര്യം നടക്കുള്ളൂ. പക്ഷെ എങ്ങനെ റിലാക്സ് ആകണമെന്ന് അറിയില്ല, എങ്ങനെ ട്രെയിൻ ചെയ്യണമെന്ന് അറിയില്ല. ബേസിക്കലി പെട്ടെന്നൊരു ഫ്ലൈറ്റ് മോഡിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്? ഒരു സഡൻ ആയിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിങ്ങനെ ഭയങ്കര ടെൻസ്ഡ് ആയിട്ട് ഫ്രീസ് ആയിട്ട് നിൽക്കുകയാണ്, അപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ടേക്ക് എ ഡീപ് ബ്രീത്ത്, ബെല്ലി ബ്രീത്ത് എടുക്കുക. നമ്മുടെ അടിവയറ്റിൽ നിന്ന് ശ്വാസം എടുത്തിട്ട് വളരെ സാവധാനം ആ ശ്വാസം വെളിയിലേക്ക് വിടുക. ഇത് നമ്മുടെ ബ്രെയിനോട്, നമ്മുടെ നവനോട് പറയാൻ, ഐ എം നോട്ട് ഇൻ എ, ഈ സിറ്റുവേഷനിലും ഞാൻ നോട്ട് ഇൻ എ ത്രെറ്റ്. നമുക്ക് പതുക്കെ ശ്വാസം എക്സേൽ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിലോട്ട് ഓക്സിജൻ ചെല്ലും. ഓക്സിജൻ സപ്ലൈ റീബിൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ നാവ് കാമാവുകയാണ് ചെയ്യുന്നത്. ഏറ്റവും എളുപ്പം ചെയ്യാവുന്ന കാര്യമാണ്. ആ ഒരു ശ്വാസം എടുക്കുന്ന ഒരു ബ്രേക്ക്, ഒരു പോസ്, നമുക്കൊരു സെക്കൻഡ് തരും ഒന്ന് റിയാക്ട് ചെയ്യാനല്ല റെസ്പോണ്ട് ചെയ്യാനായിട്ട്. അവെയർനെസ് ഉള്ള വ്യക്തിയാണ് ആ ഒരു പോസ് പോതും മതി. ആ ഒറ്റ പോസ്, ആ ഒരു സെക്കൻഡിലെ ആ ഒരു പോസ്, ആ ഒരു സെക്കൻഡ് അവെയർനെസ് ഉള്ള ആൾക്ക് റീതിങ്കിങ്ങിനുള്ള ടൈമാണ്. ഇതെന്റെ പാറ്റേൺ ആണെന്ന് ഓൾറെഡി അവെയർ ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ഒറ്റ ഒരു ബ്രീത്ത് എടുക്കുന്ന ടൈം മതി. ഓക്കെ, ഞാൻ ഇന്ന് ഈ ഒരു പാറ്റേണിലോട്ട് കിടക്കുകയാണെന്നുള്ള റീതിങ്കിങ്ങും അവിടെ റിയാക്ഷൻ വരാൻ, റെസ്പോൺസ് വരാനും. അവെയർനെസ് ഇല്ലാത്ത വ്യക്തിക്ക് അറ്റ്ലീസ്റ്റ് ഒരു കാം ഡൗൺ ആകും. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അവെയർനെസ് ആണ്. നമ്മൾ ഏതൊരു ട്രാൻസ്ഫോർമേഷനും മുന്നേ ഒരാൾക്ക് വരേണ്ടത് അവെയർനെസ് ആണ്. നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ ഒരു കുഴിയാണ് എന്ന് തിരിച്ചറിയണം, അല്ലേ? അപ്പോഴല്ലേ നമുക്ക് അതിൽ നിന്ന് മാറി നടക്കാൻ പറ്റുള്ളൂ. ആർക്കും എപ്പോൾ വേണേലും എടുക്കാവുന്ന ഒരു കാര്യമാണ് നമുക്ക് ഈ ഒരു ഡീപ്പ് ബ്രീത്ത് എന്ന് പറയുന്നത്. ഇത് പല ഫിസിക്കലി നല്ലതായിട്ട് നമുക്ക് ഇത് നമ്മുടെ നെർവ് സിസ്റ്റത്തിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഈ നിമിഷം ഞാൻ പ്രസന്റ് ആണ്, ഞാൻ കാമാണ്, ഞാൻ നോട്ട് ഇൻ എ ത്രെറ്റ്. കാരണം ത്രെറ്റിലിരിക്കുന്ന ഒരാൾക്ക് പതുക്കെ ശ്വാസം എടുക്കാൻ പറ്റില്ല, റിലീസ് ചെയ്യാൻ പറ്റില്ല. സോ ദിസ് ഈസ് ദ വേ വി ആർ കമ്മ്യൂണിക്കേറ്റിംഗ് ടു അവർ നെർവ് സിസ്റ്റം. ഐ ടോൾഡ് യു, ഇത് ഫിസിയോളജിയാണ്. കാരണം ഇത് നമ്മൾ മൈൻഡിൽ പറഞ്ഞാൽ വർക്കൗട്ട് ആവില്ല. നമ്മുടെ ബോഡിക്ക് മനസ്സിലാവണമെങ്കിൽ ബോഡിയുടെ ലാംഗ്വേജിൽ പറയണം. സോ ഏറ്റവും കാമായിട്ട്, അതേപോലെ റിതമാറ്റിക് മൂവ്മെന്റ് നമ്മുടെ നോവനോട് സംസാരിക്കും.
നമ്മൾ അപകടത്തിലിരിക്കുമ്പം ആരെങ്കിലും റിത്തമാറ്റിക് മൂവ്മെന്റ് സാധ്യമാവോ? ഇല്ലല്ലോ. ഇതൊക്കെയാണ് ചെറിയ ചെറിയ ടെക്നിക്കുകളാണ്. ഈ നമ്മൾ ഈ ഇടയ്ക്കിരുന്ന് ഇങ്ങനെ കാലാട്ടുന്ന മനുഷ്യരില്ലേ, അത് ഇതുമായിട്ട് ബന്ധമുണ്ടോ? അത് ഇല്ലില്ല, അത് എൻ്റെ ഡിഫറെന്റ് ആണ്. അത് അവരുടെ പാറ്റേൺ അല്ലേ, അവരുടെ ഒരു ഇതാണ്. ടെൻസ്ഡ് ആവുമ്പോ ഇങ്ങനെ കൈ ഷേക്ക് ചെയ്യുന്ന അത് അവരുടെ ഓരോ പാറ്റേൺ, ഹാബിറ്റ് എന്ന് പറയും അതിന്. അവരത് ഓൾറെഡി എവിടെന്നെങ്കിലും അഡോപ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കും. ഞാൻ പറയുന്നത് നല്ല പർപ്പസ്ഫുൾ. നമ്മൾ ഉള്ളിൽ അറിഞ്ഞിട്ട് നമ്മൾ റിത്തമാറ്റിക്, ഇപ്പൊ നമ്മൾ ടാപ്പ് ചെയ്യാന്ന് വെച്ചു, ടാപ്പ് ചെയ്യുന്നത് അത് നമ്മൾ നമ്മുടെ നവനോട് സംസാരിക്കും. കാം ഡൗൺ വിഷമിക്കുമ്പോ അമ്മമാര് തട്ടി കൊടുക്കും. നമ്മളുടെ ബോഡിയും നമ്മുടെ നെർവ്സും ഒരു കുട്ടിയെ പോലാണ് കരുതേണ്ടത്. അവിടെ ലോജിക്കൊന്നും നടക്കില്ല. നമ്മൾ നമ്മുടെ സൗണ്ടൊക്കെ ഒന്ന് കുറച്ച് ശാന്തമായി, പിള്ളേർ വഴക്കുണ്ടാക്കുമ്പം നമ്മൾ ശബ്ദം കൂട്ടുവോ സ്പീഡിൽ നടക്കുകയോ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? അവിടെ നമ്മൾ പതുക്കെ റിത്തമാറ്റിക്കായിട്ട് അവരെ ഒന്ന് തട്ടിക്കൊടുക്കണം. ഈവൻ കുഞ്ഞുങ്ങൾ വഴക്കുണ്ടാക്കി കരയുന്ന കണ്ടിട്ടില്ലേ? വയറൊക്കെ ഒന്ന് കുലുക്കിയൊക്കെ ഒന്ന് കരഞ്ഞു കഴിയുമ്പോൾ അവരുടെ പ്രശ്നം തീർന്നു. വലിയ കരച്ചിലാണേലും ആ എമോഷൻ അവർ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞു. സോ നമ്മുടെ ബോഡി അലേർട്ടിലിരിക്കുമ്പം, ഫൈറ്റിലിരിക്കുമ്പോൾ നമ്മൾ ആ രീതിയിൽ ബോഡിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലേ നെർവ് സിസ്റ്റം കാമാവുള്ളൂ. അതെ. അപ്പോൾ നമ്മൾ കരയാത്ത മനുഷ്യരെ പറ്റി പറഞ്ഞു. ഇനി കരയുന്ന മനുഷ്യരുണ്ടല്ലോ, എന്ത് പറഞ്ഞാലും കരയുന്ന. അപ്പോൾ ചുറ്റുമുള്ള ആൾക്കാർ നോക്കിയിട്ട് വൈ ആർ യു ബീങ് എ ക്രൈ ബേബി, എപ്പോഴും ഇതിനെ കരയുന്നത്, നിനക്കിത് മാത്രമേ ഉള്ളൂ. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ കരയുന്ന ഒരു മനുഷ്യനെ ഇൻവാലിഡേറ്റ് ചെയ്യുന്നത് പോലെ മോശപ്പെട്ടൊരു കാര്യമില്ല. എന്തുകൊണ്ടാണ് അവരങ്ങനെ കരയുന്നത്? സെൽഫ് സഫിഷ്യൻ്റ് അല്ലാത്തതുകൊണ്ടല്ലേ? അവരുടെ ഉള്ളിൽ മുഴുവൻ അവർക്ക് വേണ്ട ഒരു അംഗീകാരം കിട്ടാത്തതുകൊണ്ട്, അവരുടെ എമോഷനെ ആരും അംഗീകരിക്കാത്തതുകൊണ്ടല്ലേ അവർക്ക് സഹിക്കാൻ. എന്തുകൊണ്ട് ഒരു വ്യക്തിക്ക് സ്വന്തം എമോഷനെ പിടിച്ചു നിർത്താൻ പറ്റാതെ വരുന്നത്? അത് അവർക്ക് ആരെങ്കിലും ആഗ്രഹിക്കുമോ ഒത്തിരി പേരുടെ മുന്നിൽ ഇങ്ങനെ കരയാൻ? അവരുടെ കൺട്രോൾ മീഡിയ അല്ലേ, അല്ലെ അതിനപ്പുറത്തിട്ടല്ലേ വരുന്നത്? അതെന്തുകൊണ്ടാണ്? അത്രയ്ക്കും തിങ്ങി നിറഞ്ഞിരിക്കുന്നത് കൊണ്ടല്ലേ ഉള്ളിൽ. എക്സ്പ്രസ് ചെയ്യാതെ അവരെ കേൾക്കാൻ ആളില്ലാത്തതുകൊണ്ടല്ലേ? അവരെ കേൾക്കാൻ ആളില്ലാത്തതുകൊണ്ടല്ല, അവരാഗ്രഹിക്കുന്ന രീതിയിൽ അവരെ കേൾക്കാൻ ആളില്ലാത്തതുകൊണ്ടല്ലേ? അതെ, കേൾക്കാൻ ആൾക്കാരുണ്ടാവും, പക്ഷെ ജഡ്ജ് ചെയ്യുന്നവരായിരിക്കും അധികവും. അവരൊരു വാക്ക് പറയുന്നതിനിപ്പുറം അവരെ പലതും പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിക്കുന്നവരായിരിക്കും അധികവും. നമ്മൾ ഒരുത്തരോട് പറയാൻ പോയി കഴിയുമ്പോഴത്തേക്ക് ഈ നാട്ടിലില്ലാത്തതാണോ, ആരും സഹിക്കാത്തതാണോ, പണ്ടത്തെ അമ്മമാർക്ക് 15 പിള്ളേരെ വളർത്തി ഇത്രയൊക്കെ ഈ ഒരു രീതിയിൽ ജനറലൈസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഒരാളുടെ വിഷമം കേൾക്കുന്നത് നമ്മുടെ വിഷമം അങ്ങോട്ട് പറയാൻ. ഈവൻ എൻ്റെ അടുത്ത് വന്ന ക്ലയൻസുകൾ പറഞ്ഞിട്ടുണ്ട്, പലരും പറഞ്ഞിട്ടുണ്ട്, ഞാൻ സഹിക്കാൻ വയ്യാതെ എൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവരെന്നെ പാഠം പഠിപ്പിക്കാനിരിക്കുന്ന നാട്ടുകാരെന്നാ വിചാരിക്കും, ബന്ധുക്കൾ എന്നാ വിചാരിക്കും, ഈവൻ ഭീഷണിപ്പെടുത്തി പോലും തിരിച്ച് പറഞ്ഞേക്കാൻ ശ്രമിക്കും. ഞാൻ വരുന്നത് ചിലപ്പോൾ 2 ദിവസം ഒന്ന് സമാധാനമായിട്ട് നിന്നിട്ട് പോകാനായിരിക്കും. പക്ഷെ ഇവരുടെ വർത്താനം കണ്ടു കഴിയുമ്പം അരമണിക്കൂർ പോലും അവിടെ നിൽക്കാൻ പറ്റില്ല. ഇതിലും എത്രയോ ഭേദം അവിടെ എന്ന് വിചാരിക്കും. ഈവൻ ഒരു മകളുള്ള പേരൻസ് പോലും പലപ്പോഴും അങ്ങനെയാണ്. അവരെ ഒന്ന് കേൾക്കാൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞുങ്ങൾ, വരുന്നവരൊന്നും കുഞ്ഞുങ്ങളല്ല കേട്ടോ, അവരൊക്കെ ഒത്തിരി പ്രായമാണ്. അവരുടെ ആ ഒരു കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന സഫറിങ് എന്ന് പറയുന്നത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത പോലാണ്. അവരെ ഒന്ന് കേൾക്കാത്തതുകൊണ്ട്, അവരെ ഒന്ന് മനസ്സിലാക്കാത്തതുകൊണ്ട്, പ്രത്യേകിച്ചും പെൺമക്കളെ അച്ഛന്മാർ കേട്ടില്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ എത്ര പ്രായമായാലും ആ വേദനയിൽ നിന്ന് അവർക്ക് പുറത്തു കിടക്കാൻ ഭയങ്കര പാടാണ്. അവർ പറയില്ല ആരോടും, കാരണം അവർക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അവരുടെ അച്ഛനെ. എൻ്റെ അച്ഛൻ എന്നെ കേൾക്കുന്നില്ല, മനസ്സിലാക്കുന്നെന്ന് പറയാൻ പോലും ആഗ്രഹിക്കാതെ ഉള്ളിൽ ഇങ്ങനെ ഒതുക്കി 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 അഗ്നിപർവ്വതം പോലെ കൊണ്ട് നടക്കുന്നവരെ എനിക്കറിയാം. അവർ നമ്മൾ പറയുമ്പോൾ പോലും നമുക്കറിയാം അതാണ്. പലതും ചെയ്തിട്ടും ക്ലിയർ ആകാതിരിക്കുമ്പോൾ നമ്മൾ പലതും സംസാരിച്ച് വരുമ്പോൾ അറിയാം സമ്മതിച്ച് തരില്ല. പിന്നെ ഒരു നിമിഷത്തിൽ അവരെ കൊണ്ട് പറ്റാതെ വരുമ്പം അത് ക്ലിയർ ചെയ്ത് കളയുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാലും അവർക്ക് ഇനി ഒന്നും മനസ്സിലാക്കാറുണ്ടല്ലോ, ഞാൻ അവരുടെ മകളല്ലേ. ആമക്കളും ഉണ്ട് കേട്ടോ, ഈ അച്ഛന്മാർ മനസ്സിലാക്കാത്ത ആമക്കളുണ്ട്, ഒരുപാട് വേദനിക്കുന്ന ആമക്കളുണ്ട്. ആമക്കൾക്ക് അല്ലെ ആണുങ്ങൾക്ക് ഹൃദയമില്ല, അല്ലെ അവർക്ക് എമോഷൻസ് ഇല്ല എന്ന് വിചാരിക്കുന്ന കുറേ അച്ഛന്മാരുണ്ട്. പെൺമക്കളെ മാത്രം സ്നേഹിച്ചിട്ട് ഉള്ള അവരോടൊന്നും ടൈം സ്പെൻഡ് ചെയ്യാത്ത, അവരൊരുപാട് സഹിക്കുന്ന ആൺമക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. മിക്ക കുടുംബങ്ങളിൽ ഈ ഫിസിക്കൽ ഇന്റിമസി കുറവാണ്. ഒന്ന് അമ്മയോ അച്ഛനോ ഒന്ന് കെട്ടിപ്പിടിക്കുന്ന, അല്ലെ അച്ഛനും അമ്മയും തമ്മിൽ കെട്ടിപ്പിടിക്കുന്ന ഇല്ലാത്ത കുടുംബങ്ങളുണ്ട്. അതെന്തൊരു ഹീലിംഗ് ആണെന്നറിയുമോ? നമ്മൾ ഭയങ്കര തകർന്നിരിക്കുമ്പം നമുക്ക് സ്നേഹമുള്ള, നമ്മളെ മനസ്സിലാക്കുന്ന ഒരുത്തരൊന്ന് ഹഗ് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞ് റിലീസാകുന്നതിലും അധികം, കാരണം നമ്മുടെ ഈ പെയിനുകളൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ശരീരത്തിലാണ്. മനസ്സ്, ഞാൻ പറഞ്ഞില്ല, മനസ്സെടുക്കാൻ മടിക്കുന്ന, മറന്നു കളയുന്ന എല്ലാം ശരീരം ഓർത്ത് വെച്ചിരിക്കും.
പലപ്പോഴും അത് പിന്നീട് പല അസുഖങ്ങളായിട്ടും സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സായിട്ടും ഡിസീസായിട്ടും ഒക്കെ വരാറുണ്ട്. പലപ്പോഴും നമ്മുടെ ഷോൾഡറിൽ വരുന്ന സ്റ്റിഫ്നെസ്, ചെസ്റ്റിൽ വരുന്ന പെയിന്, മൈഗ്രെയിൻ ഹെഡേക്കുകളൊക്കെ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന, അങ്ങനെ റിലീസായ എത്ര അനുഭവങ്ങൾ എൻ്റെ മുന്നിലുണ്ടെന്നറിയുമോ? ഈവൻ ഞാൻ മോർണിംഗ് മെഡിറ്റേഷൻ നടത്താറുണ്ട്, ഫ്രീ ആയിട്ടും പെയ്ഡായിട്ടും ഒക്കെ ഞാൻ നടത്താറുണ്ട്. അപ്പോൾ ഈ മിറക്കിൾ മോർണിംഗ് ഞാനത് ഒരു രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇതുപോലെ ബോഡി, നമ്മുടെ മൈൻഡ്, ബോഡി, സോൾ ഇത് അലൈൻ ചെയ്യുന്ന ഒരു രീതിയിലാണ് ഞാനത് ചെയ്തിരിക്കുന്നത്. മോസ്റ്റ്ലി ഒരു 45 മിനിറ്റ്സ് വരുന്ന. അത് കഴിയുമ്പം എനിക്ക് പലരും അവരുടെ അനുഭവം പറഞ്ഞിട്ടുണ്ട്. ആദ്യമൊക്കെ നമ്മൾ ആ ഒരു ഇതിലേക്ക് കിടക്കുമ്പോൾ പലപ്പോഴും പലർക്കും നമ്മുടെ ശരീരത്തോട് കണക്ഷൻസ് ഉണ്ടാവില്ല. നമ്മളപ്പം ശരീരത്തോട് സംസാരിക്കും. ആ ഒരു ട്രാൻസ് പീരീഡിൽ നമ്മൾ ഇയർലി മോർണിംഗ് മെഡിറ്റേഷൻ ചെയ്യാന്ന് പറഞ്ഞ ഒരു ഉറക്കത്തിൻ്റെ ഉണർവിൻ്റെ ഇടയിലല്ലേ. അപ്പം നമ്മൾ ഈ കൊടുക്കുമ്പം അവർ പറയും പലപ്പോഴും ഉറങ്ങിപ്പോകുന്ന പോലെ തോന്നാറുണ്ട്, പക്ഷെ എല്ലാം കേൾക്കുന്നുണ്ട്. അത് ഞാൻ പറയും നല്ലതാണ്, അത് കുഴപ്പമില്ല, അവിടെയാണ് ഏറ്റവും അധികം വർക്ക് ചെയ്യുന്നത്. ഒരു 4-5 ദിവസം കഴിയുമ്പോൾ തന്നെ എനിക്ക് ഫീഡ്ബാക്കുകൾ വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു, വേദനയായിരുന്നു. ഞാൻ പേടിച്ച് ഈ മെഡിറ്റേഷനിൽ നിന്ന് അതിൽ നിന്ന് മാറിയൊക്കെ ഇരുന്ന് നോക്കിയിട്ടുണ്ട് 1-2 ദിവസം. പക്ഷെ വീണ്ടും ധൈര്യം സംഭരിച്ചിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും അതേ അനുഭവം. അപ്പോൾ എന്നോട് ചോദിക്കും, ഞാൻ പറയും ജസ്റ്റ് അലോ ടു റിലീസ്. നിങ്ങളുടെ ബോഡി റിലീസ് ചെയ്യാൻ ചോദിക്കുന്നതാണ്, കാണിച്ചു തരുന്നതാണ്. നമ്മളത് ഹോൾഡ് ചെയ്ത് വെച്ചാൽ വീണ്ടും അത് അവിടെ തന്നെ ആയിരിക്കും. ഇതങ്ങോട്ട് ആ ഒരു ഇത് കഴിഞ്ഞ് കഴിയുമ്പം ദേ ഫീൽ ഭയങ്കര റിലാക്സേഷൻ. അതുവരെ ഉണ്ടായിരുന്ന പെയിനുകൾ മാറിപ്പോവുക, പല ബ്ലോക്കുകളും മാറിപ്പോവുക, പല ആളുകൾ പിണങ്ങിയിരുന്ന ആളുകൾ തിരിച്ചു വരിക. അപ്പം ഓർത്ത് നോക്കി എത്രത്തോളം പവർഫുള്ളാണ് ചെറിയൊരു ആക്ഷൻ തന്നെ. ഇത് നമ്മുടെ ബോഡിയിൽ നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെക്കാറുണ്ട്. പലർക്കും ഈ ഷോൾഡറിൽ ഭയങ്കര സ്റ്റിഫ്നെസ്, പെയിനൊക്കെ വരുന്നത് ഒരുപാട് എമോഷൻസിനെ അത് പ്രത്യേകിച്ച് നമ്മുടേതല്ലാത്ത പല ഉത്തരവാദിത്തങ്ങളും റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ നമ്മുടെ തലയിലെടുത്ത് വെക്കാറുണ്ട്. നമ്മുടെ ചുറ്റുമുള്ളവർ ചെയ്യുന്നതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം ഞാനാണെന്നുണ്ട് എടുത്ത് വെക്കുക. ഇതൊക്കെ ബ്ലോക്കായിട്ടിരിക്കുന്ന നമ്മുടെ ബോഡിയിലാണ്. സോ നമ്മൾ നമ്മുടെ ശരീരത്തോട് ഒത്തിരി കരുണ കാണിക്കാറുണ്ട്. അതെ, ഡു ജസ്റ്റിസ് ടു യുവർ സെൽഫ്. യെസ്, ആദ്യം അതുപോലെ തന്നെ അലോ ചെയ്യണം. നമ്മൾ അനുവദിക്കാതെ ഒരാൾക്കും നമ്മൾക്ക് നല്ലത് ചെയ്യാനും പറ്റില്ല, ദോഷം ചെയ്യാനും പറ്റില്ല. അറിഞ്ഞോ അറിയാതോ നമ്മൾ അലോ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് പലരും നമ്മുടെ ജീവിതത്തിൽ പലതും ചെയ്യാൻ സാധിക്കുന്നത്. എന്നെ നന്നാക്കാനും പറ്റത്തില്ല, എന്നെ മോശമാക്കാനും പറ്റില്ല. കാരണം അത് നമുക്ക് ഈ പ്രകൃതി തന്നിരിക്കുന്ന ഒരു സുരക്ഷിതത്വമാണ്, ഒരു പ്രൊട്ടക്ഷനാണ്. അല്ലെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിയേ, ഒരാൾക്ക് മറ്റൊരാളെ അവരുടെ അനുവാദമില്ലാതെ എന്തും ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഇതറിയാവുന്ന വ്യക്തികൾക്ക് ഒരു 10,000 ആൾക്കാരെ അങ്ങ് മാറ്റിയിട്ട് അവരുടെ അടിമകളാക്കി വെച്ചുകൊണ്ടിരിക്കരുതോ? ആർക്കെങ്കിലും സുരക്ഷിതത്വം ഉണ്ടോ? നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ അലോ ചെയ്യാതെ ആർക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളെ മാറ്റാൻ പറ്റില്ല, അല്ലെ നമുക്ക് മറ്റൊരാൾ ദ്രോഹം ചെയ്തു എന്നും പറഞ്ഞ് വരുന്നില്ലേ. നിങ്ങൾ അറിഞ്ഞോ അറിയാതെ അതിനെ അലോ ചെയ്തിട്ടുണ്ടാവും, പെർമിഷൻ കൊടുത്തിട്ടുണ്ടാവും.